ഹലോ, സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. ഞാനിന്ന് ചോദിക്കുന്നത്, നമ്മുടെ ലൈഫ് എന്താ മാറാത്തത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഭാഗ്യദോഷം കൊണ്ടാണോ, തലയിലെടുത്തുകൊണ്ടാണോ, അതോ ഈശ്വരാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അതിനൊക്കെ അപ്പുറം വേറെ എന്തെങ്കിലും ഒരു ജെനുവിനായിട്ടുള്ളൊരു കാര്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? കാരണം ഞാനിത് ചോദിക്കാൻ കാരണം, അങ്ങനെ പലരും വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ഐഡന്റിറ്റി അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ, ഇതാണ് നമ്മൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടുങ്ങി കിടക്കുന്നത്, അല്ലെ സ്റ്റക്കായി കിടക്കുന്നത്, അല്ലെ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുന്നതിൻ്റെ പ്രധാന കാര്യം ഇതാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയത്തില്ല, എൻ്റെ റിലേഷൻ പോയി കിടക്കുക, ഞാൻ കുടുങ്ങിപ്പോയി, എനിക്ക് പൈസ പറ്റത്തില്ല, എൻ്റെ കയ്യിൽ വരുന്നേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ, ഞാനൊരു ഭാഗ്യം കെട്ട ആളാണ്, അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, എനിക്ക് ഉറപ്പാ, അച്ചിട്ടായിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, ഇങ്ങനെയൊക്കെ നമ്മൾ ഐഡന്റിറ്റി, നമ്മൾ ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ ഈശ്വരാനുഗ്രഹത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഭാഗ്യക്കുറവ് കൊണ്ടോ ഒന്നും അല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ വിശ്വസിച്ച് വെച്ചേക്കുന്ന വിശ്വാസങ്ങളുണ്ട്. നമ്മളിതിനെ മാറ്റാൻ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? ഇത് മാറാതെ കാര്യമുണ്ടോ? ഇത് മാറാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കുന്ന ചിന്തകൾ, അതാണ് നമ്മുടെ വെളിയിൽ കോൺഫിഡൻസ് ആയിട്ടും ആക്ഷനായിട്ടും വിശ്വാസങ്ങളായിട്ടും എല്ലാം വെളിയിൽ വരുന്ന നമ്മുടെ ആ ചിന്തകളാണ്. അപ്പൊ നമ്മൾ പരമപ്രധാനമായിട്ട് നമ്മുടെ ചിന്തകളിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ നല്ല ബുക്ക് വായിച്ചിട്ട് കിടക്കണം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു കാര്യം നമ്മൾ പെട്ടെന്ന് ആദ്യം ചിന്തിക്കേണ്ട, അതൊക്കെ പറയുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ടാണ്. പക്ഷെ രാവിലെ മാത്രം, അല്ലെ കിടക്കുന്നതിന് മുമ്പ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്ഥിരമായി നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യണം. അതെങ്ങോട്ടാ പോകുന്നത്, അതെന്താണ് നമ്മൾ വിശ്വാസം നമ്മൾ പറയുന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഐഡന്റിറ്റി എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പം ഇതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. 10 കൊല്ലം മുമ്പ് നമ്മൾ എന്താണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സ്വയം കരുതിക്കൊണ്ടിരുന്നത്, ഒരു പരിധി വരെ നമ്മൾ ഇന്ന് അതല്ലേ. അപ്പൊ നമ്മുടെ ജീവിതം മാറ്റണേ, നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാറ്റണം. അതിനാണ് നല്ല ബുക്സ് വായിക്കണം. ഇപ്പൊ നമ്മൾ തോന്നുന്നു, ഇന്നലെ ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടല്ലോ, അതിനുകൊണ്ട് എന്തോ പ്രയോജനമോ, അല്ലെങ്കിൽ ഇന്നൊരു നല്ല വീഡിയോ കണ്ടിട്ട് എന്തോ പ്രയോജനമോ, അത് ഇന്നോ നാളെയോ കണ്ടിട്ടല്ല. നമ്മളത് സ്ഥിരമായി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളല്ലെങ്കിൽ അതേ തന്നെ. അല്ലാതെ രാവിലെ ഒരു 5 മിനിറ്റ് വായിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, പിന്നെ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും മോട്ടിവേഷൻ വായിച്ചിട്ട് രാവിലെ ആകുമ്പോൾ എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, അങ്ങനല്ല. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വിശ്വാസം, നമ്മളെ പറ്റിയുള്ള അതിലാണ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ മാറ്റം നമുക്ക് ഉണ്ടാവുന്നത്. താങ്ക് യു.